ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ രണ്ടാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് ആരംഭിക്കുകയെന്ന ആരോഗ്യവകുപ്പിന്റെ കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലും യൂണിറ്റ് തുറന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 3.6 കോടി രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. യൂണിറ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ രണ്ടാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. നിലവിൽ ഇതുവരെ 415 പേർക്ക് ഡയാലിസിസ് സേവനം ഈ യൂണിറ്റിലൂടെ നൽകാനായി. മുൻപ് ഒരു ഷിഫ്റ്റിൽ 4 പേർക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ സംവിധാനമുണ്ടായിരുന്നത്. 2 ഷിഫ്റ്റുകളാകുന്നതോടെ ഒരു ദിവസം 8 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. സർക്കാർ പദ്ധതികളിലൂടെ യൂണിറ്റിൽ ഡയാലിസിസും മരുന്നുകളും സൗജന്യമായാണ് നൽകുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.